സ്പെഷ്യൽ അത്ലറ്റിക് മീറ്റുകളിൽ കേരളത്തിനായി നിരവധി മെഡലുകൾ നേടിയ കായിക താരത്തെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് പാലക്കാട് തോലന്നൂരിലെ ഗോകുലും കുടുംബവും താമസിക്കുന്നത്. വികലാംഗനായ അച്ഛൻ രാജൻ നിരവധി തവണ പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടും യാതൊരു സാമ്പത്തിക സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. 2008 മുതൽ തുടങ്ങിയതാണ് ഗോകുലിന്റെ വൈകല്യം മറന്നുള്ള അത്ലറ്റിക് മത്സരങ്ങളിലെ ജൈത്രയാത്ര. ഓട്ടിസം ബാധിച്ച ഗോകുലിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ അധ്യാപകരും രക്ഷിതാക്കളുമാണ് അവനെ കായികരംഗത്തേക്ക് എത്തിച്ചത്. ഈ വർഷം രാജസ്ഥാനിൽ നടന്ന സ്പെഷ്യൽ മീറ്റിൽ 200 റിലേ ഇനങ്ങളിൽ സ്വർണവും 100 മീറ്ററിൽ വെള്ളിയും തോലന്നൂരിലെ തേജസ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പഠിക്കുന്ന ഈ മിടുക്കൻ കേരളത്തിനു വേണ്ടി സ്വന്തമാക്കിയിരുന്നു. പക്ഷേ ഇടിഞ്ഞു വീഴാറായ ഓടുമേഞ്ഞ വീട്ടിലാണ് ഗോകുലും അച്ഛനും അമ്മയും ഇപ്പോഴും കഴിയുന്നത്. വികലാംഗനായ അച്ഛൻ രാജൻ നിരവധി തവണ സാമ്പത്തിക സഹായത്തിനായി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. എഴുതി കൊടുത്തിട്ട് ഇതെങ്ങനെ പോകും, ലിസ്റ്റിൽ വരുന്നുണ്ട് എന്ന് പറയും, അത് പിന്നെ നമുക്ക് കിട്ടില്ല. അത് വേറെ ആർക്കെങ്കിലും പോവും, പിന്നെയും വരുമ്പോൾ പിന്നെയും എഴുതി കൊടുക്കും. തയ്യൽക്കാരനായ അച്ഛൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന ചെറിയ ജോലിയും അമ്മയുടെ കൂലിപ്പണിയുമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. വൈകല്യമുണ്ടെങ്കിലും കഴിവുകൾ അതിലേറെയുള്ള മകനെ മീറ്റുകൾക്ക് പറഞ്ഞയക്കാൻ പോലും കഷ്ടപ്പെടുകയാണ് ഈ കുടുംബം. ഗോകുല് തോലന്നൂർ നാടിന്റെ ഒരു അഭിമാന താരമാണ്. ഒരുപാട് സ്വർണ്ണ മെഡലുകളെല്ലാം നേടിയിട്ടുണ്ട്, വെള്ളി മെഡലുകൾ ഒരുപാട് നേടിയിട്ടുണ്ട്. പക്ഷേ ഗോകുലിന്റെ വീടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വീണു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. സ്കൂൾ മീറ്റിലെ ജേതാക്കൾക്ക് നൽകുന്ന പരിഗണനയുടെ ചെറിയൊരു അംശമെങ്കിലും തങ്ങളോട് അധികൃതർ കാണിക്കണമെന്നാണ് ഗോകുലിന്റെ കുടുംബത്തിന്റെ അപേക്ഷ. രമേശ് നെന്മാറയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.